കർത്താവിൽ പ്രിയമുള്ളവരെ, അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വചനഭാഗം. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനവും പ്രവർത്തിക്കും. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനവും പ്രവർത്തിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കും. കർത്താവ് പറയുന്ന കാര്യമാണ്. കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്തിന് ജീവനുണ്ട്, അതിന് ശക്തിയുണ്ട്, അതിന് പ്രവൃത്തിയുണ്ട്, അതിന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന വിധത്തിലേക്കാണ് കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം പോകുന്നത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി, സംഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് സംഭവിച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ വചനം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അത് പ്രവർത്തിക്കും. ആ വചനം നമ്മൾ പറയുമ്പോഴും അത് പ്രവർത്തിക്കും. തളർവാദ രോഗിയുടെ അടുക്കൽ യേശു കടന്നു ചെന്ന് 38 വർഷക്കാലം തളർന്നു കിടന്നവനോട് യേശു പറയുക, എഴുന്നേറ്റ് നടക്കാൻ. അവൻ എഴുന്നേറ്റ് നടന്നു. പിന്നെ അവൻ തളർന്നു കിടന്നില്ല. പ്രവർത്തിക്കുന്ന വചനം. അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായ മനുഷ്യൻ ഈ വചനത്തിന്റെ ശക്തിയാൽ അവന്റെ മുടന്തു മാറി. അവൻ ദേവാലയം എന്ന സുന്ദര കവാടത്തിൽ ഇരുന്ന മനുഷ്യൻ ദേവാലയത്തിന്റെ അകത്ത് കയറി ദൈവത്തെ മഹത്വപ്പെടുത്തി. കണ്ണിന് അന്ധനായ മനുഷ്യൻ, കാഴ്ചയില്ലാത്ത മനുഷ്യൻ, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് വിളിച്ചപ്പോൾ അവന്റെ അന്ധത മാറ്റി അവന് കാഴ്ച കൊടുത്തൊരു കർത്താവുണ്ടെങ്കിൽ അവന്റെ വചനം പ്രവർത്തിക്കുന്ന വചനമാണ്. ഈ വചനം ജീവനുള്ളതായതുകൊണ്ടാണ് പ്രിയമുള്ളവരെ യേശു നമ്മോട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാകുന്നു. ഇത് പ്രവർത്തിക്കുന്ന വചനമാണ്. ഇത് ചലനമുണ്ടാക്കുന്ന വചനമാണ്. രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പി തൊട്ടപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടു. പുറപ്പെടുന്ന ശക്തിയുള്ള വചനമാണ് ദൈവത്തിൻ്റെത്. ഈ വചനത്തിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടത്. യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം ജീവനുള്ള വചനം. ഇത് വായിക്കുന്തോറും നമ്മുടെ അകത്ത് വലിയ ആത്മപ്രകാശം വരും. ഈ വചനത്തിൽ നിങ്ങൾ ധ്യാനിക്കണം, വചനം നിങ്ങൾ വായിക്കണം. വചനം ദൈവമാണ്, വചനം ആത്മാവാണ്, വചനം ജീവനാണ്, വചനം പ്രവർത്തിക്കുന്നതാണ്, വചനം എപ്പോഴും അത്ഭുതം ചെയ്യുന്നതാണ്. ഇത് നമുക്ക് പ്രഭാതത്തിൽ അത് ഭക്ഷണമായി നമ്മുടെ ഉള്ളിലേക്ക് തരുന്നതാണ്. ഇത് നമുക്ക് ശക്തിയും ബലവും തരും. ഈ വചനത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നിശ്ചിത ഈ കർത്താവിനോട് കൂടിയിരിക്കാൻ കഴിയും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി എൻ്റെ അകത്ത് ക്രിയ ചെയ്യത്തക്ക വിധം എനിക്ക് ബലവും കൃപയും തരണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.